കുട്ടികളിര കിട്ടാതെ അന്വേഷിക്കുന്നവർ കൊണ്ടിനും കുറവുണ്ടാവുക. കടലാസ് മാറ്റിവെച്ച് കൈയടിച്ച് ഈ രണ്ടുപേര് മാത്രം. സിംഹക്കുട്ടികളിര കിട്ടാതെ വിശന്നു വരഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർ കൊണ്ടിനും കുറവുണ്ടാവുകയില്ല. കുട്ടികളിര കിട്ടാതെ വിശന്നു വരഞ്ഞേക്കാം. അന്വേഷിക്കുന്നവർ കൊണ്ടിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികളിര കിട്ടാതെ വിശന്നു വരഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർ കൊണ്ടിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികളിര കിട്ടാതെ വിശന്നു വരഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർ കൊണ്ടിനും കുറവുണ്ടാവുകയില്ല. കർത്താവിന്റെ വിശുദ്ധരെ ഭയപ്പെടുവിൻ. അവിടുത്തെ ഭയപ്പെടുന്നവർ കൊണ്ടിനും കുറവുണ്ടാവുകയില്ല. കുട്ടികളിര കിട്ടാതെ വിശന്നു വരഞ്ഞേക്കാം. എല്ലാവരും കർത്താവിനെ അന്വേഷിക്കുന്നവർ കൊണ്ടിനും കുറവുണ്ടാവുകയില്ല. കർത്താവിന്റെ വിശുദ്ധരെ അവിടുത്തെ ഭയപ്പെടുന്നവർ കൊണ്ടിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികളിര കിട്ടാതെ വിശന്നു വരഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർ കൊണ്ടിനും കുറവുണ്ടാവുകയില്ല. സിംഹക്കുട്ടികളിര കിട്ടാതെ വിശന്നു വരഞ്ഞേക്കാം. കർത്താവിനെ അന്വേഷിക്കുന്നവർ കൊണ്ടിനും കുറവുണ്ടാവുകയില്ല. എന്ത് മനസ്സിലായി? സിംഹക്കുട്ടി, സിംഹം ആരാ? സിംഹം കാട്ടിലെ രാജാവാണ്. ഈ കാട്ടിലെ രാജാവിൻ്റെ കുട്ടിക്ക് ഇര കിട്ടാതിരിക്കുവോ? ഇരിക്കുവോ? ഇനി അതിന് ഇര കിട്ടാതിരുന്നാൽ പോലും കർത്താവിൻ്റെ മക്കളായ നമുക്ക്, കർത്താവിനെ അന്വേഷിക്കുന്നവരായ നമുക്ക്, പ്രത്യേകിച്ച് കരിസ്മാറ്റിക് ടീമിലുള്ള നമുക്ക് വല്ല കുറവുണ്ടാവുമോ? മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നമ്മുടെ വിശ്വാസത്തിലുണ്ടാകേണ്ട ചില കാഴ്ചപ്പാടാണ്. നമ്മൾ ആകെ കുറവുള്ളവരാണെന്ന് വിചാരിച്ചിരിക്കുകയല്ല വേണ്ടത്. ദൈവം നമ്മുടെ അവകാശമാണ്, നമുക്ക് ദാനമായിട്ട് അളന്നു തന്നിരിക്കണം കേട്ടോ. ഇപ്പം ഈ സങ്കീർത്തനത്തിലും അവസാനത്തിൽ പറഞ്ഞിരിക്കുന്നത് കർത്താവ് ഈശോ മിശിഹായെക്കുറിച്ചാണ്. ഈ സങ്കീർത്തനം മുഴുവൻ ഈശോയെക്കുറിച്ചാണ്. ദാവീദ് രാജാവിനെ സ്വന്തം മകൻ തന്നെ ഇന്നലെ നമ്മൾ കണ്ടു. എന്നിട്ട് ഒലിവുമലയിലൂടെ നഗ്നപാതനായിട്ട് തലയിലും ആ സമയത്തൊക്കെ പാടിയിരുന്നതാണിത്. പക്ഷെ അപ്പോഴും കർത്താവിൽ ആശ്രയിക്കാൻ. എന്നിട്ട് അതിൻ്റെ അവസാനം പറയാണ്, അവൻ്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു, അവയിലൊന്നുപോലും തകർക്കപ്പെടുകയില്ല. ഇത് ദാവീദ് തൻ്റെ വികാരങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് ദാവീദിലൂടെ പറയുന്നതാണെങ്കിലും ഇവിടെ ആരെക്കുറിച്ചുള്ള പ്രവചനമാണിത്? കർത്താവ് ഈശോ മിശിഹായെക്കുറിച്ചുള്ള പ്രവചനമാണ്. അതാണ് ഈശോ കുരിശിൽ കിടന്നെല്ലാം പറയുന്നതും. ഈശോയുടെ ജീവിതത്തിൽ ഈശോ സങ്കീർത്തനം പാടിയിരുന്ന കാലഘട്ടത്തിൽ ഈശോ എല്ലാ ദിവസവും മിക്കവാറും എല്ലാ സങ്കീർത്തനവും പാടി പ്രാർത്ഥിച്ചിരുന്നു. അപ്പോൾ ഈശോ ഇങ്ങനെ പാടുമ്പോൾ എന്താ ഓർക്കുക?
അവന്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു എന്ന് പാടുമ്പോൾ ഈശോ അത് അനുഭവിച്ചിട്ടല്ലേ പാടുന്നേ, മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മൾ ഈ സങ്കീർത്തനങ്ങൾ പാടുമ്പോൾ ഇത്രയും കാര്യങ്ങൾ അതിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നേരത്തെ നമ്മൾ പറഞ്ഞു, നമ്മൾ ആ സംരക്ഷണ പ്രാർത്ഥനയുടെ കേസ് അവസാനിപ്പിച്ചോ? അപ്പോൾ സംരക്ഷണ പ്രാർത്ഥന ആരാ എടുക്കണേ? എന്തിനെടുക്കണേ? പേടിയുള്ളവർ. മനസ്സിലായോ? ആരാണ് സംരക്ഷണ പ്രാർത്ഥന എടുക്കണേ? പിശാചിനെ പേടിക്കണം. ഒരു പിശാചിനെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ കർത്താവിൻ്റെ കയ്യിലാണ്. ഇവിടെ പറയാണ് കർത്താവിന്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവനെ രക്ഷിക്കുന്നു. മനസ്സിലായോ? ഇതങ്ങ് വിശ്വസിക്കാമോ? അതാണ് നമുക്ക് കാവൽമാലാഖമാരെ അയച്ച് കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു. അവന്റെ അസ്ഥികളെ കർത്താവ് കാത്തു സൂക്ഷിക്കുന്നു. അതായത് ദൈവത്തിൻ്റെ ആ സംരക്ഷണ വലയമാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഇത് നമ്മൾ വിശ്വാസത്തിൻ്റെ നിലയിൽ കാണണം. അപ്പോൾ ഇത് ഇപ്പോൾ ആരോ ഇങ്ങനെ ചിന്തിക്കും, തോമസ് പോൾ ഇങ്ങനെയൊക്കെ പറയും, മര്യാദയ്ക്ക് സംരക്ഷണ പ്രാർത്ഥന എടുത്തില്ലെങ്കിൽ ഒരു തിരിച്ചടി ഉണ്ടാവട്ടാ. ധ്യാനം കഴിഞ്ഞ് പോകുമ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ പറയാൻ പോണത്. ഉള്ള കാര്യം നേരത്തെ പറഞ്ഞേക്കണം. പിന്നെ അല്ലാണ്ട് ഇങ്ങനെ പറയണ മര്യാദ കഴിഞ്ഞാൽ തിരിച്ചടി പിശാചുകാരെ അടിക്കൂലേ? മനസ്സിലാവുണ്ടല്ലോ. ഇരിക്കാം. ധ്യാനം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ആൾക്കാർ ചോദിക്കൂലേ എങ്ങനെ ഉണ്ടായിരുന്നു ധ്യാനം? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അത് ഞാൻ ഒരു ഗാനരൂപത്തിൽ അവതരിപ്പിക്കാം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പാടി അവതരിപ്പിക്കണം. എന്ത് പാടും? സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ധ്യാനം എങ്ങനെ ഉണ്ടായിരുന്നു? സിംഹക്കുട്ടികൾ ഇരകിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, കർത്താവിനെ അന്വേഷിക്കുന്നവർക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഒന്ന് പാടിയേ. എല്ലാവരും ശബ്ദം ഉയർത്തി ഒന്ന് കൈയടിച്ച് പാടിയേ. ധ്യാനം എങ്ങനെ ഉണ്ടായിരുന്നു? ഇത് നിങ്ങൾ ഈ ഒറ്റ ലൈൻ ഇങ്ങനെ ഇന്ന് ഉച്ചയ്ക്കൊക്കെ ഇങ്ങനെ പാടിക്കൊണ്ട് നടക്കണം. അങ്ങനെ നോക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ ഈ കുറേ സങ്കീർത്തനങ്ങൾ, അതിന് പറയുന്നത് സങ്കീർത്തനം അവരുടെ ജീവിതത്തിൻ്റെ താളമായിരുന്നു എന്നാണ് പറയുന്നത്. ഇസ്രായേൽക്കാരുടെ ജീവിതത്തിൻ്റെ താളമായിരുന്നു സങ്കീർത്തനം. അത് സത്യമാണ്. കാരണം ഈ സങ്കീർത്തനം മുഴുവനും കർത്താവിനെക്കുറിച്ചും വരാനിരിക്കുന്ന ദൈവരാജ്യത്തെക്കുറിച്ചുമാണ്. പരിശുദ്ധാത്മാവാണ് അതിൻ്റെ ഓഥർ. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടോ? അപ്പോൾ ഇത് പാടുമ്പോൾ പരിശുദ്ധാത്മാവിന് വലിയ സന്തോഷമല്ലേ? മാത്രമല്ല ഈ രക്ഷാകര പദ്ധതിയിൽ പ്രവർത്തിച്ച പരിശുദ്ധാത്മ ശക്തിയാണ് ഈ പാട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഉണർത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് നമ്മൾ ഒരുപാടൊന്നും പഠിച്ചില്ലെങ്കിലും ചില വരികൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിലും വെളുപ്പിനും ജോലി ചെയ്യുമ്പോഴും എല്ലാം ഇതിങ്ങനെ ഉള്ളിൽ ആരോ പാടണമായിരുന്നു നമുക്ക് തോന്നും. ഒരു കാലത്ത് എൻ്റെ ഉള്ളിൽ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന 2 വരി ഇതാണ്: എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ.
ആദ്യം കേട്ടപ്പോൾ എനിക്കിത് പാടാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല. അല്ലെങ്കിൽ നമ്മൾ പാട്ടുകാരനൊന്നും അല്ല. എന്നാലും എങ്കിൽ തന്നെയും ഇതിങ്ങനെ ഒരു മൂളിപ്പാട്ടായിട്ട് കർത്താവ് നമ്മുടെ ഉള്ളിലിരുന്ന് പാടണം. നമ്മൾ പാടില്ല. ആര് പാടണം? പരിശുദ്ധാത്മാവ്. ഞാനിപ്പോൾ ശരിക്കും ഓർക്കുകയാണ്. വിയന്നയിൽ വിയന്ന ഓസ്ട്രിയയിലാണ്. ഓസ്ട്രിയയിൽ നിന്ന് സ്ലോവാക്യ, പണ്ട് ചെക്ക് സ്ലോവാക്യ ആയിരുന്നു. അതിപ്പോൾ 2 രാജ്യമാണ്, ചെക്ക് റിപ്പബ്ലിക്കും സ്ലോവാക്യ. ചെക്ക് മുഴുവൻ ലോകത്തിലെ ഏറ്റവും വലിയ നിരീശ്വരവാദികളുടെ നാടാണ് ചെക്ക്. എന്നാൽ സ്ലോവാക്യ നല്ല കത്തോലിക്കരുടെ നാടുമാണ്. അപ്പോൾ അത് കൃത്യമായിട്ടത് വിഭജിച്ചു. ഈ രണ്ടിടത്തും നമ്മൾ ധ്യാനിപ്പിക്കാൻ പോകാൻ. അപ്പോൾ എനിക്ക് ഇപ്പം അവിടേക്ക് പോകാനുള്ള വിസ വേണ്ട. ഇപ്പം എനിക്ക് യൂറോപ്പ് മുഴുവനും വേണ്ടിയുള്ള വിസയുണ്ട്. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവിടെ വലിയൊരു കൺവെൻഷൻ പ്ലാൻ ചെയ്തു. പക്ഷേ വിസ കിട്ടിയില്ല. വലിയ കൺവെൻഷൻ, അവരുടെ നാഷണൽ കൺവെൻഷൻ്റെ മെയിൻ പ്രീച്ചറാണ് ഞാൻ. ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുത്തില്ല. അവരവസാനം പറഞ്ഞു ഇത് അങ്ങനെയൊന്നും കിട്ടില്ല, അത് കടലാസ് വേണം, ഈ കടലാസ് വേണമെന്നൊക്കെ പറഞ്ഞു. ഞാനപ്പോൾ ആ വിസ ഓഫീസിലേക്ക് പോവുകയാണ്. ഇത് പല്ലേ ദാവീദ് നഗ്നവാദനായിട്ട് ഒലിവ് മല പോലെ പോയ ഒരു ചിന്തയാണ്. ആ പോണ സമയത്തെല്ലാം എൻ്റെ ഉള്ളിൽ ഈ സങ്കീർത്തനമാണ്. എനിക്കപ്രാപ്യമായ വിസ എനിക്ക് കിട്ടണേ എന്നുള്ള ഒരു രീതിയിൽ എല്ലാവരും പറയണത് കിട്ടില്ല എന്നാണ്. കാരണം ഇന്ന നിയമം. പക്ഷേ ഞാൻ ഈ സങ്കീർത്തനം പാടിപ്പോവുകയാണ്. എനിക്കപ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ, അങ്ങാണെൻ്റെ രക്ഷാകേന്ദ്രം, ശത്രുക്കൾക്കെതിരെയുള്ള സുശക്ത ഗോപുരം, ഞാനങ്ങയുടെ കൂടാരത്തിൽ. ഇതിങ്ങനെ എൻ്റെ ഉള്ളിലിങ്ങനെ അലയടിക്കുകയാണ്. ഞാനവിടെ പോയി അവിടെ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ വിസ അടിച്ച് കൈ തന്നു, സലാം പറഞ്ഞിട്ട് പോന്നു. ഇത് 62 അല്ല 61 സങ്കീർത്തനം. ആ കടലാസുണ്ട് 61 സങ്കീർത്തനം. ഇതെല്ലാം ദാവീദിൻ്റെ നിലവിളിയാണ്. ദാവീദ് നിലവിളിച്ചു. അതാണ് അതിൻ്റെ ആദ്യത്തെ വരിയും കൂടി എന്നാന്ന് പാടിക്കും. ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. ഹൃദയം തകർന്ന ഞാൻ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നവിടുത്തോട് വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് പ്രാപ്യമായ പാറയിൽ എന്നെ കയറ്റി നിർത്തണമേ. ദൈവമേ എൻ്റെ നിലവിളി കേൾക്കണമേ, എൻ്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. അപ്പോൾ ഇത് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും പ്രാർത്ഥനാ ജീവിതത്തിലും പ്രാർത്ഥനാ ഗ്രൂപ്പിലും ഒരു പുതിയ ചലനമാകണം ഈ സങ്കീർത്തനങ്ങളുടെ തരംഗം. മനസ്സിലാവുന്നുണ്ടോ? വ്യക്തിപരമായി ഇപ്പം ഞാൻ പറയുകയാണെങ്കിൽ ഈ സങ്കീർത്തനം ഇല്ലായിരുന്നുവെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ലായിരുന്നു എന്നുള്ള മാതിരി. എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ആത്മീയ ശക്തി എനിക്ക് ഒരിക്കലും സാധ്യമില്ലായിരുന്നു. സങ്കീർത്തനത്തിലൂടെയാണ് അത്. പരിശുദ്ധാത്മാവ് ഇതൊക്കെ വരദാനങ്ങളുടെ തന്നെ. ഞാൻ പറഞ്ഞായിരുന്നോ ഒരു കാലത്ത് നമ്മൾ ഈ ആത്മാവ് പരിശുദ്ധാത്മാവ് ഇങ്ങനെയൊക്കെയുള്ള പാട്ടുകളൊക്കെ ധാരാളം എഴുതിയിട്ടുള്ളതാണല്ലോ. അത് കഴിഞ്ഞ് വേറൊരു കാസറ്റിൻ്റെ പാട്ട് എഴുതാനായിട്ട് ഒരുങ്ങിയിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇനി നീ പാട്ടൊന്നും എഴുതണ്ട എന്ന് പറഞ്ഞു. പെട്ടെന്നത് കേട്ടപ്പോൾ മനപ്രയാസം തോന്നിയില്ലേ? പക്ഷെ നമുക്കൊന്നറിയാം, കർത്താവ് പറയണത് തീർച്ചയായിട്ടും നമ്മുടെ നന്മയ്ക്കായിരിക്കുള്ളൂ.
ആ സമയത്ത് നമുക്ക് മനപ്രയാസം തോന്നിയെങ്കിലും നന്മയ്ക്കായിരിക്കുള്ളൂ എന്ന് തീർച്ചയായിട്ടും അറിയാം. ഞാൻ ഉടനെ പേനയും മാറ്റി വെച്ചു. എഴുതുന്നില്ല അർത്ഥാവേ. അപ്പോൾ മെസ്സേജ് ഇനി അടുത്ത് വരാൻ പോണതാണ്. എന്നിട്ട് പറയുകയാണേ, ഞാൻ 150 പാട്ട് എഴുതിയിട്ടുണ്ട്, അത് നിങ്ങളൊന്നെടുത്ത് പാടും. എൻ്റെ ദൈവമേ, ഞാനങ്ങ് ചമ്മിപ്പോയി ഇല്ലേ. കാരണം നമ്മൾ വലിയ പാട്ടെഴുത്തുകാരനായിട്ട് ഇത് എഴുതണം. പക്ഷേ കർത്താവ് പറയാണ്, ഞാൻ 150 പാട്ട് എഴുതിയിട്ടുണ്ട്, അത് നിങ്ങളൊന്ന് പാടും. അത് ഞാൻ തന്നെ പാടിയിട്ടുള്ളതാണ്, എൻ്റെ അമ്മയും പാടിയിട്ടുള്ളതാണ്. ഈ മാതാവ് എപ്പോഴും ഇങ്ങനെ സങ്കീർത്തനത്തിലാണ്. ഔസപിതാവ് ഇങ്ങനെയാണ്. ഇപ്പം ഞാനും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഒരു ആനിമേഷൻ ഫിലിം, യേശുവിൻ്റെ ബാല്യകാലത്തെക്കുറിച്ചുള്ളൊരു സിനിമ ഉണ്ടായിക്കൊണ്ടിരിക്കും, ഒരു ആനിമേഷൻ. അതിൽ മാതാവ് നനയ്ക്കണോ വെള്ളം ഒഴിക്കണോ, അപ്പോൾ മാതാവ് ഇങ്ങനെ പാടുകയാണ്, കർത്താവിനു നന്ദി പറയുവിൻ, അവിടുത്തെ നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം അനന്തമാണ്. ഇത് മാതാവ് പാടുമ്പോൾ ഔസപിതാവ് അപ്പൊ ഔസപിതാവ് അവിടെ പണിപ്പരയുടെ അകത്ത് നിന്നുകൊണ്ട് ഏറ്റുപാടുകയാണ്. കാരുണ്യമാനന്ദമാണ്. മനസ്സിലായോ? മാതാവ് ഇവിടെ തോട്ടത്തിൽ നിന്ന് ഇത് പാടുമ്പോൾ ഔസപിതാവ് പണിപ്പരയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അവിടുത്തെ കാരുണ്യമാനന്ദമാണ്. മാതാവ് ഔസപിതാവ് അവിടുത്തെ കാരുണ്യമാനന്ദമാണ്. ഇത് കഴിഞ്ഞപ്പോഴേക്കും പിള്ളേരെല്ലാവരും കൂടി വന്നിരിക്കുകയാണ്. അപ്പൊ അവരും കൂടി ചേർന്ന് അപ്പോ ഇത് വീട്ടിലെല്ലാം ഇങ്ങനെ അവരെന്നും എപ്പോഴും ജോലി ചെയ്യണ നേരത്ത്, അടുക്കള ക്ലീൻ ചെയ്യണ നേരത്ത്, പാത്രം കഴുകണ നേരത്ത്, മിറ്റടിക്കണ നേരത്ത് ഒക്കെ ഇങ്ങനെ സങ്കീർത്തനങ്ങൾ പാടുമായിരുന്നു. ഒരു ചാൻഡിങ് സ്റ്റൈലാണ്. ഇതുണ്ട്, 136-ാം സങ്കീർത്തനമാണിത്. ഇതാണ് ഈ കരുണയുടെ കവാടം തുറക്കുന്ന സമയത്ത് പാടുന്ന സങ്കീർത്തനം. അപ്പോൾ നമ്മൾക്ക് ഇതുപോലെ ഇപ്പോൾ ഇന്നലെ ഇവിടെ നമ്മുടെ മാത്യൂസിൻ്റെ പിള്ളേർ വന്നിട്ടുണ്ടായിരുന്നു. അവരിന്ന് വരുമോ? ഇല്ല, ഇന്ന് വരില്ല. ആ പിള്ളേരെല്ലാം ഈ സങ്കീർത്തനങ്ങൾ പാടും. ഇവിടെ മുമ്പ് നമ്മളുടെ സോണിൽ എവിടെ ആലുവ സോണിലുള്ള ഒരു ചേട്ടൻ്റെ 4 മക്കളും അവർ ഈ സങ്കീർത്തനം കൊണ്ടുപോയി പഠിപ്പിച്ചിട്ട് ഇപ്പോൾ ആ പിള്ളേർ ഒരു കൊയർ ഗ്രൂപ്പായേക്കാണ്. അവരപ്പോൾ ഫാമിലി മീറ്റിങ്ങിലൊക്കെ ഇവർ പോയി സങ്കീർത്തനം പാടും. അപ്പോൾ ഇവരെ വിളിക്കുകയാണ് ഓരോരുത്തർ പാടാനായിട്ട്. അങ്ങനെ ഇയാൾ ഒരു ഹാർമോണിയം അല്ല, ഓർഗനും മേടിച്ചു. അപ്പം നമ്മുടെ പിള്ളേരെ ഈ രീതിയിൽ, പിള്ളേരെന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഇത് പാടുമ്പോൾ ഇത് നമ്മൾ തന്നെ പാടുകയും ഇതിൻ്റെ CD ഉണ്ടാവില്ലേ ഷാജി, സങ്കീർത്തനത്തിൻ്റെ CD ഉണ്ടാവും. ഈ സങ്കീർത്തനത്തിൻ്റെ ഒരു 40 അടങ്ങുന്ന ഒരു CD ഞങ്ങൾ തരാം. അപ്പോൾ അതിങ്ങനെ വീട്ടിൽ പാട്ടായിട്ടും ഓൺ ചെയ്തിട്ടേക്കണം. അപ്പോൾ കുട്ടികളുടെ അകത്ത് ഇതിങ്ങനെ താനെ ഇതങ്ങ് ലയിക്കും. എന്നിട്ട് അവരിതൊക്കെ ഇങ്ങനെ പാടാൻ തുടങ്ങും. അതിൻ്റെ പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് പാടാൻ പറ്റാത്തതുപോലും അവർ പാടും. കാരണം ഇതിൻ്റെ ആ തരംഗം പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരുടെയും ഹൃദയത്തിൽ ഓൾറെഡി ഇട്ടിട്ടുള്ള ഒരു താളമാണത്. നമ്മളറിയാണ്ട് രാവിലെ എണീക്കുന്ന നേരത്ത് പെട്ടെന്ന് ഈ സങ്കീർത്തന ഭാഗങ്ങൾ ഒരു മെലഡിയായിട്ട്, ഒരു കാലത്ത് എൻ്റെ അകത്ത് ഉണ്ടായിരുന്ന ഒരു മെലഡി ഇതായിരുന്നു. സങ്കീർത്തനം 55-ാം സങ്കീർത്തനത്തിൻ്റെ 22-ാം വചനം, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. ഞാൻ രാവിലെ എണീക്കുമ്പോഴേക്കും എൻ്റെ ഉള്ളിലിരുന്ന് ആരോ ഇങ്ങനെ പാടുന്ന മാതിരി. അതാണ് സങ്കീർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ താളമായ. രാവിലെ എണീറ്റപ്പോൾ തന്നെ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഇങ്ങനെ പാടുകയാണ്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക,
അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. കണ്ടോ? ഇനി പിന്നെ വല്ലതും വിഷമിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പം ഇങ്ങനെ നമ്മളുടെ ജീവിത ബന്ധിയായിട്ട്, നമ്മളുടെ ജീവിതത്തിൻ്റെ താളമായിട്ട് ഈ സങ്കീർത്തനങ്ങൾ മാറണം. അപ്പോൾ അത് ഇപ്പോൾ നമ്മൾ ഇനി അധികം അതിനെക്കുറിച്ച് പറയാൻ സമയമില്ല. കടലാസ് അധികം നോക്കാണ്ട്, ഇപ്പോൾ കടലാസ് തന്നിരിക്കുന്ന പുസ്തകം നോക്കുകയാണ് നല്ലത്. സങ്കീർത്തനം 42 സങ്കീർത്തനങ്ങൾ അടങ്ങുന്ന ഒരു CD തരും. അത് നിങ്ങൾ കാശുള്ളവർ കാശ് കൊടുക്കുക, കാശില്ലാത്തവർ കാശില്ലാണ്ട് മേടിക്കുക. മനസ്സിലാവണ്ടോ? നിസാര കാശിൻ്റെ ഉള്ളൂ, 20-25 രൂപയേ ഉള്ളൂ. കാരണം ഇവിടെ നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും വെറുതെ കിട്ടിയാൽ അതിനൊരു വിലയില്ല. അതുകൊണ്ട് ഇല്ലേ, അതുകൊണ്ട് ഒരു ചെറിയ, പിന്നെ അത് മേടിക്കണമല്ലോ. പക്ഷേ എന്ന് ആരും ചിലർ ഇപ്പോൾ വന്നപ്പോൾ കാശൊന്നും കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. എന്തു ചെയ്യും? അപ്പോൾ കാശ് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ കാശില്ലാണ്ട് മേടിക്കുക. കർത്താവ് വേറെ ആരിൽ നിന്നെങ്കിലും തരുമായിരിക്കും. ഓക്കെ, ഇത് കണിശമായിട്ട് നിങ്ങൾ ഈ ഒരു പുതിയ രീതി ഉണ്ടാക്കണം. നമ്മളുടെ കുടുംബ പ്രാർത്ഥനയ്ക്കും പ്രാർത്ഥനാ ഗ്രൂപ്പിലെല്ലാം സങ്കീർത്തനം പാടുന്നവർ. അപ്പോൾ ഈ സങ്കീർത്തനങ്ങൾ പാടുന്നതോടൊപ്പം ഞാനീ പറഞ്ഞ ആശയ ശൈലി ഉണ്ടാക്കണം. ആ സങ്കീർത്തനത്തിൽ ഒന്ന് മുഴുവനും വായിച്ചിട്ട് കണ്ടുപിടിക്കണം ഇതിനകത്ത് യേശുവിനെ കുറിച്ച് എന്താണ് പറയുന്നത്. അപ്പോൾ ഒരു വചനത്തിൻ്റെ ഒരു ശകലം എവിടെന്നെങ്കിലും നമുക്ക് കിട്ടും. ഇപ്പം 118 സങ്കീർത്തനത്തിൽ നമ്മളിതിനെ പാടി അതിൽ പറഞ്ഞിരിക്കുകയാണ്, പണിക്കാറുപേക്ഷിച്ചു കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു. ഇത് കൃത്യമായിട്ട് യേശുവിനെ കുറിച്ചാണെന്ന് മനസ്സിലായില്ലേ? ഇനി അവിടെ നിന്ന് മുകളിലോട്ടും താഴോട്ടും ചിന്തിക്കണം. ഇപ്പോൾ ബാക്കിയൊക്കെ യേശുവിനെ കുറിച്ച്. അപ്പോൾ മുകളിലോട്ട് പറഞ്ഞിരിക്കുകയാണ്, നീതിയുടെ കവാടങ്ങൾ തുറന്നു. അതാണ് ഈശോ പറഞ്ഞത്, ഞാനാണ് നീതിയുടെ കവാടം. അതുകൊണ്ടാണ് കുർബാനയിൽ പ്രാർത്ഥിക്കുന്നത്, നീതിയുടെ വാതിൽ ഞങ്ങൾക്കായി തുറക്കണമേ, തിരുസന്നിധിയെങ്കൽ. നീതിമാന്മാരെ വിളിക്കണമെന്നാണോ പറഞ്ഞേ? വിശുദ്ധരെ വിളിക്കണമെന്നാണോ പറഞ്ഞേ? തിരുസന്നിധിയെങ്കിൽ ആരെ വിളിക്കണേ? പാപികളെ. അതുകൊണ്ടാണ് ഈ വർഷം എല്ലാ പാപികളും വായോ, ഇതാ കവാടം തുറന്നിരിക്കണു. നമ്മൾക്ക് നല്ല ക്രിസ്ത്യാനിക്ക് ഇത് കേൾക്കുമ്പോൾ ഇത്തിരി പ്രയാസമില്ലേ? ഇപ്പോൾ ഇത് അടുത്ത പെസഹ വ്യാഴാഴ്ച പോപ്പ് പറഞ്ഞേക്കണത് ഇവരെയും പെണ്ണുങ്ങളെയൊക്കെ വിളിച്ച് കാല് കഴുകാൻ പോടുതാണ്. അപ്പോൾ ആ കൂടി ഇവിടെ ഒരു കൺഫ്യൂഷനാണ് പലർക്കും. എന്തുണ്ട് ഈ പോപ്പ് കാണിക്കണേ? ചിലവർ പറയുന്നത് ഇത് എന്ത് ഈ പോപ്പ് ചെയ്യണേ? പെണ്ണുങ്ങളുടെ കാല് കഴുകണോ? അപ്പം ഇതാണ് പുതിയ നമ്മളാ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഉള്ളറയിലേക്ക് അങ്ങ് പോവുകയാണ്. നമ്മളിതിനു മുമ്പ് ചില നിയമവും ചട്ടവും വെച്ചു, അവരൊന്നും കലവിടാൻ പാടില്ല, ഇവരൊന്നും കലവിടാൻ പാടില്ല, അവർ ദൈവമക്കളല്ലേ. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ സുവിശേഷത്തിൻ്റെ മർമ്മം മനസ്സിലാക്കി വരുന്നേ ഉള്ളൂ. സുവിശേഷത്തിൻ്റെ മർമ്മം എന്താണ്? കർത്താവ് ഈശോ മിശിഹ വന്നത് ആർക്ക് വേണ്ടിയാണ്? പാപികൾക്ക് വേണ്ടിയാണ്, എല്ലാവർക്കും വേണ്ടിയാണ്. ഓക്കെ, നമ്മൾ 12 മണിക്കുന്ന വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കും. അതിനു മുമ്പ് നമ്മളിപ്പോൾ ഈ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളെല്ലാം കുർബാനയിൽ നമ്മൾ നേരത്തെ മനസ്സിലാക്കിയ ഒരു ആശയം, ഈശോ നമ്മുടെ മഹത്വത്തിൽ യേശുവിൻ്റെ മഹത്വത്തിൽ നമ്മൾ പങ്കാളിയാകുക എന്നുള്ളതാണ്. ഈ മഹത്വമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അപ്പം ഇവിടെയാണ് വരദാനങ്ങളെല്ലാം ഈ മഹത്വത്തിൻ്റെ പങ്കാളിത്തം മനസ്സിലാക്കി കൊടുക്കുന്ന അടയാളങ്ങളാണ്. ഇപ്പോൾ കാനായിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാക്കിയത് അവന്മാർക്കെല്ലാം വീഞ്ഞ് കുടിപ്പിക്കാൻ വേണ്ടിയാണോ? വീഞ്ഞ് കുടിച്ചു, പക്ഷെ എന്തായിരുന്നു അതിൻ്റെ അർത്ഥം? അവിടുത്തെ മഹത്വം. അപ്പോൾ ഈ കാലഘട്ടം ദനഹാ കാലഘട്ടമാണ്. ദനഹാ കാലം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ കാലഘട്ടമാണ്. അതായത് മഹത്വം വെളിപ്പെടുന്ന കാലഘട്ടമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ വിമർശനം തോന്നും,
പഴയ നിയമത്തിലെ ഒരു വചനം എടുത്തുകൊണ്ട് ഇങ്ങനെ നിയമാവർത്തന പുസ്തകത്തിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കണം. നിയമാവർത്തനം എന്ന് പറഞ്ഞാൽ തന്നെ ആവർത്തിച്ച് പറഞ്ഞേക്കണതാണ്. ഒരേ നിയമം തന്നെ ആവർത്തിച്ച് പറഞ്ഞേക്കണതാ. പക്ഷേ അത് പറഞ്ഞിട്ട് അതുകൊണ്ട് ഇന്നമാതിരി നിങ്ങൾ ചെയ്യുന്നില്ലെങ്കിൽ അവിടെ പറഞ്ഞിരിക്കണ ആ ശാപമൊക്കെ നിങ്ങൾക്കുണ്ടാവും എന്ന് നമ്മൾ ഇന്ന് പറയാൻ പാടില്ല. എന്തുകൊണ്ടാണ്? നിയമാവർത്തന പുസ്തകത്തിൽ എഴുതിയ കാര്യവും ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൻ്റെയും മധ്യത്തിൽ എന്തെങ്കിലും സംഭവിച്ചോ? എന്താ സംഭവിച്ചേ? യേശുക്രിസ്തു വന്നു. യേശുക്രിസ്തു വന്നിട്ട് എന്ത് ചെയ്തു? പാപങ്ങളെല്ലാം യേശുക്രിസ്തു ഏറ്റെടുത്തു. അപ്പൊ ഈ പാപം എന്താണെന്ന് എങ്ങനെ മനസ്സിലായി? അതിനാണ് നിയമം തന്നിരുന്നത്. അപ്പോ ഈ ഒരു കാര്യം സത്യം മനസ്സിലാക്കണം. അപ്പം പഴയ നിയമവും ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൻ്റെയും ഇടയ്ക്ക് സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം, യേശുക്രിസ്തു വന്നു, കുർബാനയായി നമ്മുടെ പാപങ്ങളും കടങ്ങളും എല്ലാം യേശു ഏറ്റെടുത്തു. അപ്പോൾ ബൈബിൾ വായിക്കുമ്പോൾ ഈ ഒരു അർത്ഥം എപ്പോഴും മനസ്സിലുണ്ടാവും. ആ ഒരു വചനം വായിക്കുമ്പോൾ ആ ഒറ്റ വചനത്തെ എടുത്തുകൊണ്ടല്ല വ്യാഖ്യാനിക്കേണ്ടത്. ആ വചനത്തിൻ്റെ പുതിയ നിയമ പശ്ചാത്തലം ചിന്തിക്കണം. അതാണ് കാറ്റഗിസത്തിൽ പറയുന്നത്. 129 ഖണ്ഡികയിൽ പറയുകയാണ്, ക്രൈസ്തവൻ പഴയ നിയമം വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേറ്റ ഉത്ഥാനം ചെയ്ത ക്രിസ്തുവിൻ്റെ വെളിച്ചത്തിലാണ് ക്രിസ്ത്യാനികൾ പഴയ നിയമം വായിക്കേണ്ടത്. പഴയ നിയമത്തിലൊരു വചനത്തിനെ ഈശോയുടെ കണ്ണിലൂടെ വായിക്കണം. ഈശോ പറയാണ്, നിങ്ങൾ കേട്ടിട്ടില്ലേ? പിന്നെ അടുത്തെന്താ പറഞ്ഞേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയും. അപ്പോൾ ഏതാ കേൾക്കണ്ടേ ഇപ്പോൾ? ഞാൻ നിങ്ങളോട്. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിൻ്റെ അവസാനത്തിൽ പറയുന്നത്, നിങ്ങൾ ലോകമെല്ലാം പോയി സുവിശേഷം പ്രഘോഷിക്കുവിൻ, എല്ലാവരെയും ജ്ഞാനസ്നാനപ്പെടുത്തുവിൻ. അത് കഴിഞ്ഞിട്ട് എന്ത് പറഞ്ഞു? എന്താ പറഞ്ഞേക്കണേ? എല്ലാവരെയും സ്നാനപ്പെടുത്തുവിൻ എന്ന് പറഞ്ഞിട്ടുള്ള അടുത്തത് നോക്കാണ്ട് പറയണേ. ഇപ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തുവിൻ എന്നാ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് എന്താ ചെയ്യണേ? യുവാന്ത്യം വരെ ഞാൻ നിങ്ങളോട് ഉണ്ടായിരിക്കും എന്നുള്ളത് അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ്. എന്താ പറഞ്ഞേ? അത് മർക്കോസാണ്. വേണ്ട, എൻ്റെ അതാരാ പറഞ്ഞേ? നോക്കി വായിക്കാം. അത്രയെങ്കിലും ബുദ്ധി ഉണ്ടായല്ലോ. എന്താ പറയണേ? ഞാൻ നിങ്ങളോട് വായിച്ചേ, ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കാൻ അവരെ പഠിപ്പിക്കുവിൻ. മോശ കൽപ്പിച്ചത് പഠിപ്പിക്കാനാണോ പറഞ്ഞേക്കണേ ഇവിടെ? അതാണ് വ്യത്യാസം. മനസ്സിലായോ? മോശ കൽപ്പിച്ചത് പഠിപ്പിക്കാനാണോ പറഞ്ഞേക്കണേ? ആ കൽപ്പനകളെല്ലാം ഉൾക്കൊള്ളുന്ന പുതിയൊരു കൽപ്പന ഞാൻ നൽകിയിട്ടുണ്ട്. അതാണ് പറയണത്, നിങ്ങൾ പോയി എല്ലാവരെയും സ്നാനപ്പെടുത്തുവിൻ. എന്നാൽ അവരെന്ത് പഠിപ്പിക്കണം? എന്തെങ്കിലും പഠിപ്പിച്ചാൽ പോരാ. ഫരിസേയരും നിയമജ്ഞരും സിനഗോഗിൽ പഠിപ്പിക്കുന്നത് പഠിപ്പിച്ചാൽ പോരാ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള ഒരു പുതിയ കൽപ്പനയുണ്ട്. അത് അനുസരിക്കാൻ അവരെ പഠിപ്പിക്കണം. അതനുസരിക്കാൻ നമ്മൾ തന്നെ
ആദ്യം പഠിക്കണം. ഇത് ഞാൻ പറയണത് എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയണേ. ഇത് എത്ര വർഷത്തിന് ശേഷമാണ് എനിക്കിതിൻ്റെ അർത്ഥം മനസ്സിലായത്. അതായത് ഈശോ ഈ പറഞ്ഞേക്കണതിൻ്റെ അർത്ഥം ബൈബിള് മുഴുവനും പഠിപ്പിക്കുന്ന കാര്യമല്ല, ഏതെങ്കിലും ബൈബിളിലെ വചനം എടുത്ത് പഠിപ്പിക്കുന്ന കാര്യമല്ല. ഞാൻ എന്ന് പറഞ്ഞാൽ ആരാണ്? ഈശോ. വചനം മാംസമായ ആളാണ് ഈശോ. ഈശോ ആരാണ്? വചനം മാംസമായ ആ ദൈവം തന്നെയാണ് ഈശോ. അപ്പം ഇതുകൊണ്ടാണ് ഈശോ പല സ്ഥലത്തും പറയുന്നുണ്ട്, എൻ്റെ പ്രബോധനം എൻ്റെ അല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. കാരണം ഡിസ്പ്യൂട്ട് പ്രബോധനത്തിലാണ്. അന്നും അതെ, ഇന്നും അതെ. കൊളത്തി ഒന്നെടുത്തുണ്ട്. അതെവിടെ എഴുതിയിരിക്കുന്നത്? എൻ്റെ പ്രബോധനം എൻ്റെ അല്ല, എൻ്റെ അയച്ചവൻ. ഞാനിതൊക്കെ ചോദിക്കണത് നിങ്ങൾക്കൊരു വീണ്ടും വിചാരം വരാൻ വേണ്ടിയാണ്. എന്ന് പറഞ്ഞാൽ ഇതൊക്കെ നമ്മൾ പഠിക്കണം. എന്താണ് പറഞ്ഞത്? എവിടെ എഴുതിയേക്കണേ? എവിടെ എഴുതിയേക്കണേ? എൻ്റെ പ്രബോധനം എൻ്റെ അല്ല, എന്നെ അയച്ചവൻ്റെ. ഒരു വാക്ക്, രണ്ട് വാക്ക്, മൂന്ന് വാക്ക്. പള്ളിയിൽ ലേലം വിളിക്കണതാണല്ലേ. യോഹന്നാൻ 7:16. യോഹന്നാൻ 7-ാം അധ്യായത്തിൽ 16-ാമത്തെ വചനത്തിൽ യേശു പറഞ്ഞു, എൻ്റെ പ്രബോധനം എൻ്റെ സ്വന്തമല്ല, എന്നെ അയച്ചവൻ്റേതത്രേ. അതാണ്. അപ്പോൾ എൻ്റെ പ്രബോധനം എന്ന് ഇവിടെ ഈശോ പറയുന്നതിൻ്റെ കാരണം, ഫരിസേയരും നിയമജ്ഞരും മറ്റൊരു പ്രബോധനത്തിൽ കണിശമായിട്ട് കർക്കശമായിട്ടും പിടിച്ചു നിൽക്കുകയാണ്. അതിൻ്റെ മധ്യത്തിൽ ഇതാ ഒരു പുതിയ പ്രബോധനം വന്നിരിക്കുന്നു. എല്ലാവരും യേശുവിൻ്റെ വാക്ക് കേൾക്കാൻ വേണ്ടി ഓടിക്കൂടുന്നു. പക്ഷേ ഒരുപാട് പേര് ആ പ്രബോധനത്തെ സ്വീകരിക്കുന്നില്ല. അപ്പോൾ യേശു പറയുകയാണ്, ഇത് എൻ്റെ അല്ല, ഇത് എനിക്കിതിനകത്തുനിന്ന് ഒന്നും മാറ്റാനും പറ്റില്ല. ഇപ്പം സെനഗോഗിൽ, കഫർനാമിലെ സെനഗോഗിൽ യേശു പ്രസംഗിച്ചു. പ്രബോധനം നടന്നപ്പോൾ പകുതി ആൾക്കാർ എഴുന്നേറ്റ് പോയി. അപ്പോൾ ഉദാഹരണം വിചാരിക്കുക, ഒരമ്മച്ചി വന്നിട്ട് പറയും, ഈശോയെ ഒരല്പം ഭേദഗതിപ്പെടുത്ത് ഇവരെ ഒന്ന്, അവരൊക്കെ തിരിച്ചു വരും. ഈശോന് ഭേദഗതിപ്പെടുത്താൻ പറ്റുമോ? എന്താ പ്രബോധനം? ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പമാകുന്നു. ഈ പ്രബോധനത്തിൽ അല്പം ഭേദഗതി ചെയ്യാൻ പറ്റുമോ? മനസ്സിലാവണ്ടോ? ഇത് ഭക്ഷിക്കുന്നവൻ മരിക്കുകയില്ല. ഞാൻ ഭക്ഷിക്കാൻ തരുന്നത് എൻ്റെ ശരീരമാണ്. ഇത് കേട്ടപ്പോൾ ഇതെന്തി പറയണം, ഇവൻ്റെ ശരീരം നമ്മൾ ഭക്ഷിക്കണം. പക്ഷേ യേശുവിനെ ഈ പ്രബോധനം മാറ്റാൻ പറ്റുമോ? യേശുവിന് മാറ്റാൻ പറ്റില്ല. കാരണം എന്താ? ഇത് സത്യമാണ്, ഇത് വിസ്മയനീയമാണ്, ഇത് യുഗാന്ത്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകാനുള്ളതാണ്. അപ്പം നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ ഒരു ധ്യാനത്തിൽ ഞാനിതിങ്ങനെ പൗലോസ്ലീഹയുടെ ലേഖനം, അതൊക്കെ ഇനി ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. വരദാനങ്ങളും ഈ ലേഖനത്തിലുള്ള പല സംഭവങ്ങളും, മത്തായി റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിലും എഫേസോസുകാരൊക്കെ വരദാനങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. എന്നാൽ അതിനോട് ചേർന്ന് യേശുവിൻ്റെ സുവിശേഷം ഒന്നും പറയുന്നുണ്ട്. അപ്പോൾ അതിനെ വ്യാഖ്യാനിച്ചപ്പോൾ ഒരാൾ വന്ന് പറയാണ്, ഇപ്പോഴാണ് അദ്ദേഹം ഒരു 10-60 വയസ്സായ ആളാണ്, വചന ശുശ്രൂഷകനാണ്, പറയാണ് ഇപ്പോഴാണ് എനിക്ക് ഈ പൗലോസ്ലീഹയുടെ ലേഖനത്തോട് വലിയ ഒരു എന്താ പറയുക പ്രതിപത്തി തോന്നുന്നതും അതിനോട് വലിയ അതിനകത്താണ് രഹസ്യം കിടക്കണത്. ഇതാണ് സത്യം. എന്നാൽ പൗലോസ്ലീഹ ഒരു പഴയ നിയമക്കാരനായിരുന്നോ? ആയിരുന്നോ? അല്ലേ? സാവൂളായിരുന്നപ്പോൾ ആരായിരുന്നു? ഫരിസേയനായിരുന്നു. അപ്പോൾ ആ ഫരിസേയൻ മാറി. ഇത് നമ്മളിൽ സംഭവിക്കണം.
ഞാൻ പണ്ട് ആദ്യകാലങ്ങളിൽ ധ്യാനിപ്പിക്കുമ്പോൾ ബോംബെയിൽ നിന്ന് വന്നിട്ട് ധ്യാനിപ്പിച്ച് പോകുമായിരുന്നു. അപ്പോൾ അവിടെ ചെല്ലുമ്പോഴേക്കും 2 ദിവസം കഴിയുമ്പോൾ ഇവിടെ നിന്നുള്ള കുറേ എഴുത്തുകളൊക്കെ വരും, സംശയങ്ങളും അഭിനന്ദനങ്ങളും അനുഭവങ്ങളെല്ലാം. അപ്പോൾ അതിനകത്തൊരു ചേച്ചി എഴുതിയിരിക്കുകയാണ്, എൻ്റെ ബ്രദറെ, ഇത്രയും നാളും ഞാൻ വിചാരിച്ചിരുന്നത് ഈ പൗലോസിയുടെ ലേഖനം പിള്ളേർ വായിക്കേണ്ടതാണ്. കാരണം കുർബാനയിൽ അധികം പിള്ളേരല്ലേ അത് വായിക്കണേ. അതുകൊണ്ട് ഞാനത് വായിക്കാറില്ലായിരുന്നു. അത് പിള്ളേർക്കുള്ളതല്ലേ. ഞാൻ ആലോചിച്ച ആ സഹോദരിയുടെ എളിമ, അവരത് എനിക്ക് എഴുതിയിരിക്കുകയാണ്. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഇത് നമ്മൾ ശരിക്കും പഠിക്കേണ്ട ഒരു കാര്യമാണ്. അതിനകത്താണ് രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കണമെന്ന് എനിക്കിപ്പോൾ മനസ്സിലായി. പ്രൈസ് ദ ലോർഡ്. ധ്യാനം വസൂലായി ഇല്ലേ? ഇതാണ് അവർക്ക് ധ്യാനത്തിൽ കിട്ടിയ ഒരു അറിവ്. പൗലോസ്ലീഹയുടെ ലേഖനങ്ങളിലാണ് ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവനീതിയെക്കുറിച്ചും പരിശുദ്ധാത്മാവിൻ്റെ വരദാനങ്ങളും പരിശുദ്ധാത്മാവിലുള്ള ജീവിതവും. അപ്പോൾ പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ് കരിസ്മാറ്റിക് ലൈഫ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിലുള്ള ജീവിതം, അതിൻ്റെ ഒരു ഭാഗമാണ് വരദാനങ്ങൾ. ഇപ്പം ഞാൻ പറയാൻ പോണത് തെറ്റിദ്ധരിക്കരുതേ. പൗലോസ്ലീഹ പറഞ്ഞു, ആത്മാവിനാൽ